ചീത്തവിളി തുടങ്ങി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് 9:40 എത്തുകയും എന്നെ അവിടെ പിടിച്ചു തള്ളുകയും ഞാൻ അവിടെ വീണ് എഴുന്നേൽക്കുന്ന മുമ്പ് എന്നെ 2 അടി കവാലത്തെ അടിക്കുകയും ഞാൻ ഓർമ്മക്കെട്ട് വീഴുകയും ചെയ്തു. പിന്നെ അവർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിലകത്താണോ? സ്റ്റേഷൻ മംഗലാപുരം പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ആൾക്കാരെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് നിന്നും എന്നെ അവർ പോലീസ് സെല്ലിലേക്ക് കൊണ്ടുപോയി എൻ്റെ തുണി, ഈ 2 ശീതനൊക്കെ വേഷമായിരുന്നു, ഇത് 2 വലിച്ച് മാറ്റിയിട്ട് അണ്ടർവേളിൽ ചവിട്ടി അതിനകത്തിട്ട് എന്നെ ചവിട്ടുകയും അടിക്കുകയൊക്കെ ചെയ്തിട്ട് ഷിജു കെ നായർ അദ്ദേഹം വന്നിട്ടപ്പോൾ അദ്ദേഹത്തിനും ഹാപ്പിയായി. കാരണം നമ്മളെ കയറി പിടിച്ച വിരോധം ഇരിക്കുകയല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി. 88 വയസ്സായ എൻ്റെ അമ്മയെടുത്ത് ഈ പോലീസുകാർ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞ് അമ്മ ഒപ്പിട്ട് തരണം, അമ്മയ്ക്ക് പെൻഷൻ തരാമെന്ന്. തിരുവനന്തപുരം മംഗലപുരം പോലീസിൻ്റെ മൂന്നാം മുറയ്ക്ക് ഇരയായ കോൺഗ്രസ് നേതാവ് ബിജു മുരുക്കുമ്പുഴയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുരുക്കി ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെയെല്ലാം തന്നെ മംഗലപുരം പോലീസ് വേട്ടയാടുകയാണ്. ഇപ്പോൾ നീതി തേടി ഇദ്ദേഹം ഈ പ്രധാനമന്ത്രിയുടെ പക്കലും ആഭ്യന്തരമന്ത്രിയുടെ പക്കലും എല്ലാം തന്നെ നീതി തേടി അലയുകയാണ്. എന്താണ് കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്? ഞാനൊരു കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്. അതായത് മംഗലാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെ ഈ കേരള സർക്കാർ എടുക്കുന്ന കള്ളക്കേസിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളെ മണ്ഡലം പ്രസിഡന്റ് ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടന്നു മംഗലാപുരം പോലീസ് സ്റ്റേഷനിലേക്ക്. ആ മാർച്ച് നടന്നത് ജൂലൈ 31-ാം തീയതിയാണ്. അപ്പോൾ 31-ാം തീയതി നടന്ന സമയത്ത് ആ 100-300 പേര് പങ്കെടുത്ത ആ സമരത്തിൽ ഞാൻ മുൻനിരയിൽ നിന്ന് തന്നെ നിൽക്കുകയും കൊടി പിടിക്കുകയും അവിടെ ചെന്നപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ 30 മീറ്റർ ഇപ്പുറത്ത് വെച്ച് അവർ കയറ് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഈ കയറ് കെട്ടിപ്പിടിച്ച സമയത്ത് ഞാൻ ആ കയറി പിടിച്ചു എന്നൊരു കുറ്റം ഞാൻ ചെയ്തു. അതായത് കയറി പിടിച്ചു. കയറ് പോലീസ് കെട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി അതിലേക്ക് നിങ്ങൾ ആ കയറിൽ പിടിച്ചു അല്ലേ? പിടിച്ച സമയത്ത് അവർ വന്ന് അവിടുത്തെ SHO ഷിജു കെ നായർ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ആണ്. അദ്ദേഹം ഒരുപാട് കേസിൽപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അതാരാണ് ഷിജു കെ നായർ? SHO അവിടുത്തെ മംഗലാപുരം സ്റ്റേഷനിലെ SHO ഷിജു കെ നായർ. അപ്പോൾ ഷിജു കെ നായരാണ് പ്രധാനമായി എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വേട്ടയാടിയത്. അപ്പോൾ അദ്ദേഹവും SI സന്തോഷും കൂടെ പറഞ്ഞ് നിന്നെ ഞങ്ങൾ എടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനത് കാര്യമാക്കിയില്ല. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 2-ാം തീയതി ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് മോളുടെ കൺസ്ട്രക്ഷൻ ആവശ്യത്തിന് വേണ്ടി കണിയാപുരത്ത് പോയി. 9:20 ഞങ്ങളവിടെ ടെമ്പോയിൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ അമ്മ 88 വയസ്സായി. അമ്മയും എൻ്റെ ഭാര്യയുമായി ചെറിയ അപ്രവ്യവസ്ഥ ഉള്ളതുകൊണ്ട് ഭാര്യ വീട്ടിലാണ്. അപ്പോൾ ആ ഒരു വിഷയം ആയതുകൊണ്ട് ഭാര്യയെ ഞാനുമായിട്ട് കൺസൾട്ട് പോയ സമയത്ത് അവിടെ വെച്ച് ചെറിയ സംസാരം, ഇങ്ങനെ ഒരു മിനിറ്റ് സംസാരമായപ്പോൾ അവിടുത്തെ ആട്ടോക്കാരും വിളിച്ച് പോലീസ് വിളിച്ചു. എന്തോ കോൺഗ്രസ് നേതാവ് നിങ്ങൾ ചില കുടുംബ പ്രശ്നമായിട്ട് റോഡ് സൈഡിൽ നിന്ന് സംസാരിച്ചു. അതിൻ്റെ ഒരു കാരണവശാൽ ഈ ആട്ടോക്കാർ വിളിക്കുകയും ഉടൻ തന്നെ അവിടെ നിന്ന് പോലീസ് വരികയും വന്ന സമയത്ത് വന്നത് SI സന്തോഷമാണ് സാറാണ്. സാർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, സാറേ ഇത് എൻ്റെ ഭാര്യയാണ്. ഭാര്യയും ഭർത്താവൊക്കെ അങ്ങ് പറയാം, നീ വണ്ടി കയറാന്ന് പറഞ്ഞു. അത് ഞാൻ വണ്ടി കയറി ഉടനെ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത്, അപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞ് നിങ്ങൾ ബസ്സിൽ വരാൻ പറഞ്ഞു. ഈ ബസ് അപ്പോൾ 9:30 ആ സമയം, രാവിലെ 9. അപ്പോൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ ആറ്റുകാലമ്മ സത്യത്തിൽ ഞാൻ എൻ്റെ ഭാര്യനെ ഇങ്ങനെ പോലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഞാൻ അവിടെ ചെന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ വണ്ടി കയറി ഉണ്ടെങ്കിൽ അവർക്ക് അമൃത് കിട്ടിയ കണക്ക് അവർ ചീത്തവിളി തുടങ്ങി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് 9:40 എത്തുകയും എന്നെ അവിടെ പിടിച്ചു തള്ളുകയും ഞാൻ അവിടെ വീണ് എഴുന്നേൽക്കുന്ന മുമ്പ് എന്നെ 2 അടി കവാലത്തെ അടിക്കുകയും ഞാൻ ഓർമ്മക്കെട്ട് വീഴുകയും ചെയ്തു. പിന്നെ അവർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിലകത്താണോ? സ്റ്റേഷൻ മംഗലാപുരം പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ആൾക്കാരെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് നിന്നും എന്നെ അവർ പോലീസ് സെല്ലിലേക്ക് കൊണ്ടുപോയി എൻ്റെ തുണി, ഈ 2 ശീതനൊക്കെ വേഷമായിരുന്നു, ഇത് 2 വലിച്ച് മാറ്റിയിട്ട് അണ്ടർവേളിൽ ചവിട്ടി അതിനകത്തിട്ട് എന്നെ ചവിട്ടുകയും അടിക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞ് ഇവിടെ ഊതറാന്ന് പറഞ്ഞു. അപ്പോൾ ഊതറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ താമസിച്ച വീണ്ടും എന്നെ അടിച്ചു. അപ്പോൾ അടിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ലാത്ത രീതിയിലായപ്പോൾ CS ഉണ്ടല്ലോ ഷിജു കെ നായർ, അദ്ദേഹം വന്നിട്ടപ്പോൾ അദ്ദേഹത്തിനും ഹാപ്പിയായി. കാരണം നമ്മളെ കയറി പിടിച്ച വിരോധം ഇരിക്കുകയല്ലേ നേരിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്നെ എല്ലാം അങ്ങ് ഇട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അരമണിക്കൂറായിരിക്കും കഴിഞ്ഞ് എൻ്റെ ഭാര്യ വന്നിട്ട് ഭാര്യയുടെ പറഞ്ഞ് നിങ്ങൾ കാര്യം ചെയ്യുക, കേസൊന്നുമില്ല, ഒപ്പിട്ട് തന്നിട്ട് പോകാൻ പറഞ്ഞു. ഭാര്യ പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് 1:30 മണിയായപ്പോൾ എൻ്റെ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ആരുടെ കൊണ്ടാ? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, 85 വയസ്സാണ് അമ്മ, 88 വയസ്സ് അമ്മയുണ്ട്, അമ്മയെ നോക്കാൻ ആരുമില്ല സാറേ. അപ്പോൾ ഒത്തിരി കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ സഹോദരനോട് വന്ന് പറഞ്ഞു എന്നെ വിടാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് പിന്നെ ഞങ്ങൾ വിടാം എന്ന് പറഞ്ഞു. SI പറഞ്ഞു ഞങ്ങൾ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടും തിരിച്ചു പോയി, ഭാര്യ മറുത്തു. അപ്പോൾ എൻ്റെ SI എന്ന് പറഞ്ഞു, നിൻ്റെ ഭാര്യയ്ക്ക് സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല,
എൻ്റെ ഗുരുദേവൻ സത്യത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തെങ്കിലേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പറഞ്ഞ് പോയി മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ എടുക്കാൻ വേണ്ടി ചെറിയ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു സാറേ എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകണം, എനിക്ക് അത്ര അവസരമായി എൻ്റെ ഇവിടെ ചെവി ഇപ്പോഴും എനിക്ക് കേൾവി കുറവ് ബുദ്ധിമുട്ടുണ്ട് ആ അടിയിൽ വെച്ച്. അപ്പോൾ ഇവർ പറഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോയില്ല. എന്നിട്ട് ഇവർ ചെയ്തത് പിന്നീട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ബിജു പിന്നെ എൻ്റെ പേര് സജീവ് എന്നാണ് പാസ്പോർട്ട്. ബിജു ഒരു കാര്യം ബിജുവിൻ്റെ ഏതായാലും സംഭവിച്ചു പോയി, നമുക്ക് അബദ്ധം പറ്റിപ്പോയി. ബിജു കോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇത് പറയരുത്, അടിച്ചതൊന്നും പറയണ്ട, ബിജു ഇന്നലെ ജാമ്യം കിട്ടും, അങ്ങനെ ചെറിയൊരു കേസാണ് എന്ന് പറഞ്ഞ് ഇട്ട് എന്നെ അവർ കോടതിയിൽ ഹാജരാക്കി കോടതിയെ റിമാൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നിരപരാധിയായി ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പിറ്റേന്ന് തന്നെ രാവിലെ ഞാൻ ഓർമ്മക്കെട്ടിൽ വീഴുകയും അവിടെ നിന്ന് വലിയ ഒന്ന് ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് ട്രിപ്പ് എടുക്കുകയും അവിടുത്തെ ഏകദേശം ECGയിലൊക്കെ വേരിയേഷൻ വന്നതിന് എന്നെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. എന്നാൽ മെഡിക്കൽ കോളേജിൽ അവർ അന്ന് കൊണ്ടുപോകാതെ പിറ്റേന്ന് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ബുദ്ധിമുട്ടുള്ള കേസാണ്, അവിടെ കിടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇല്ല മാഡം 2 ദിവസമുള്ളിൽ ഇവർക്ക് മെയിൽ കിട്ടും. അങ്ങനെ ആ ഗുളികയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ചികിത്സ കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇറങ്ങിയതിന് ശേഷം ജയിലിൽ നിന്ന് എന്നെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ ചെയ്ത പരിപാടി. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി. 88 വയസ്സായ എൻ്റെ അമ്മയെടുത്ത് ഈ പോലീസുകാർ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞ് അമ്മ ഒപ്പിട്ട് തരണം, അമ്മയ്ക്ക് പെൻഷൻ തരാമെന്ന്. അമ്മയ്ക്ക് അറിയത്തില്ല, അമ്മ ഒറ്റയ്ക്കായിരുന്നു, വീട്ടിൽ കിണറില്ല, കിണർ കംപ്ലൈൻ്റ് ആണ്, വെള്ളം പോലും എടുത്തുകൊണ്ട് വരുന്ന അയലോക്കത്താണ്. അമ്മ 7 ദിവസം പട്ടിണിയായിരുന്നു. അമ്മയുടെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അവസാനം ഞാൻ ഇറങ്ങിയിട്ട് പ്രധാനമന്ത്രിക്ക് ഈ കാര്യം വെച്ച് അയച്ച് പ്രധാനമന്ത്രി റിപ്പോർട്ട് തേടി നമ്മൾ ആറ്റിങ് DSP അവിടെ എന്നെ വിളിച്ച് അവിടെ നിന്ന് എന്നെ സാറ് വിളിച്ച് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് തേടി. അത് കഴിഞ്ഞ് ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി, കേരള അതോറിറ്റി, കേരള മനുഷ്യാവകാശ കമ്മീഷൻ, കേരള ശില്പ മേഡം, റൂറൽ SP പിന്നെ 2 പ്രാവശ്യം ഞാൻ ഇവിടെ പോയി. ഇവിടെ നമ്മളെ ട്രിവാൻഡ്രത്ത് പിന്നെ DGP ഓഫീസിൽ പോയി. അപ്പോൾ സാറ് പറഞ്ഞത് തീർച്ചയായിട്ടും ഇവർക്ക് ഇത് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് കണ്ടീഷൻ ഇപ്പം നിൽക്കുന്ന നിലവാരം എന്ന് പറയുന്നത് ഈ നമ്മളെ ലോകായുക്ത കേസ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം സിറ്റിംഗ് ആയിരുന്നു, കഴിഞ്ഞ അടുത്ത മാസം ഇനി ജനുവരി സെറ്റിംഗ് ഉണ്ട്. അതിനുപരി ഈ രണ്ടാമത് വീണ്ടും ഞാൻ അവിടെ എൻ്റെ ഞാൻ കൊടുത്ത് എനിക്ക് നീതി കിട്ടണം. എനിക്കെതിരെ കള്ളക്കേസെടുത്ത ഞാൻ ഒരു പൊതുപ്രവർത്തന എനിക്കെതിരെ ഷിജു കെ നായർ എന്ന് പറയുന്നത് ഞാൻ തിരക്കിയപ്പോൾ ഇദ്ദേഹം പോലീസിൽ ഒരു സ്റ്റേഷനിൽ ഇരിക്കാൻ അർഹതയുള്ള വ്യക്തിയല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നത് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് എവിടെയായിരുന്നു നേരത്തെ? സാർ മംഗലാപുരത്തെ CI ഷിജു കെ നായരാണ് എന്നെ ഇത്രയും ദ്രോഹിച്ചത്. ഇപ്പോൾ അദ്ദേഹം വിജിലൻസിലാണ് പോയെന്ന് തോന്നുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇടയ്ക്ക് DGP സാറിൻ്റെ ചെന്ന് പറഞ്ഞു സാറേ ഇദ്ദേഹം ഒരു കാരണവശാലും ഇദ്ദേഹം പോലീസ് അതിലിരിക്കാൻ അർഹനല്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ദിവസം ഒപ്പിടാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാണ് എടാ നിന്നെ തേച്ചൊട്ടിക്കും, നീ ഒരു കാര്യം നീ ഹൈക്കോടതി കേസ് കൊടുറാ, പിന്നെ എനിക്കൊന്ന് ഡൽഹിയിൽ പോകണം, അട്ടകാസവും ചിരി. പിന്നെ അതുപോലെ ഇദ്ദേഹം എന്ന് പറയുന്നത് ഞാൻ തിരക്കിയപ്പോൾ എൻ്റെ KPCC പ്രസിഡന്റിന് ഞാൻ കത്ത് കൊടുത്തപ്പോൾ KPCC എനിക്ക് ഫുൾ സപ്പോർട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന സാറ് പോലും പറഞ്ഞത് ഇദ്ദേഹം പണ്ടേ കുഴപ്പക്കാരനാണ്, ഇദ്ദേഹത്തെ വെച്ച് ഞാൻ രക്ഷപ്പെട്ടതാണ്, ഇദ്ദേഹം അല്ലെങ്കിൽ വേറൊരു സ്ത്രീയുടെ കേസിലാണ് ഞാൻ അകപ്പെട്ടിരുന്നെങ്കിൽ ഇയാളെന്നെ കൊന്നുകളഞ്ഞനെ. എൻ്റെ ഭാര്യയുടെ കേസ് ആയതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെയെങ്കിലും എന്നെ വെളിയിൽ എനിക്ക് പോകാൻ പറ്റിയത്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ തീർച്ചയായും നടപടി ഉണ്ടാകുന്നത് വരെ ഞാൻ എത്ര പൈസ ആയാലും എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഇത് നീതി തേടി പോകുമെന്ന് ഉറപ്പ് പറയുന്നു.